മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. എമ്പുരാനിൽ വളരെ ഒരു ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു റോൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഈ കുട്ടി സിനിമയിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ പടങ്ങൾ ഇറങ്ങിയതിന് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. എമൗണ്ട് ഓഫ് ട്രോൾ എനിക്ക് ആദ്യത്തെ സിനിമയിൽ നിന്ന് കിട്ടിയതിന് ഞാൻ ഇനി ആ ഭാഗത്തേക്കേ പോകണ്ടെന്ന് പറഞ്ഞ് മാറുന്ന ഒരാളാണ്. കോവിഡ് ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം കൊണ്ട് മാത്രമാണ്. 2024 has been a hell of journey for me. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നൊരു ഫോട്ടോ എടുക്കാൻ ഞാൻ എന്തെങ്കിലും, എനിക്ക് ആ ട്രോമ ഉണ്ടായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ കുറേ ഇവൻസിന് പോകുമ്പോഴത്തേക്കും ഐ വാസ് നോട്ട് കംഫർട്ടബിൾ പീപ്പിൾ കമ്മിങ് നെക്സ്റ്റ് ടു മീ. പീപ്പിൾ ലൈക്ക് ടു മച്ച് ഇൻവോൾവ് ടു മൈ ലൈഫ്. ഐ ഡോണ്ട് വാണ്ട് ടു ദാറ്റ്. കാസ്റ്റിന്റെ രീതിയിൽ ഞാൻ മാറ്റുന്ന അങ്ങനെയൊക്കെ എക്സ്ട്രീം ലെവൽ ആയപ്പോൾ യൂഷ്വലി ഐ ഡോണ്ട് റിയാക്ട് ടു എനിത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് അത് എൻ്റെ ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഞാൻ ഈ കാസ്റ്റിന്റെ രീതിയിൽ ഇത് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കുറേ വന്നപ്പോഴാണ് അത് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നത്. ഞാൻ അടിച്ചു, അമ്മീനെ അടിച്ചിട്ട് അമ്മീനെ ഒന്നും ചെയ്യാതെ ആണെങ്കിൽ അമ്മീനെ ഒബ്വിയസ്ലി എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും അല്ലേ. ദിസ് ഗായ് വാസ് ലിറ്ററലി ലാഫിങ് അറ്റ് മീ ആൻഡ് ഇറ്റ്സ് ലൈക്ക് യു നോ വാട്ട് ഐ എൻജോയ്ഡ്. സോ ഐ ഡോണ്ട് കെയർ. എൻ്റെ ബാച്ചിൽ പക്ഷെ ഉണ്ടായിരുന്നത് 16-17 പ്രോപ്പർ ബ്രിട്ടീഷ് ടീനേജ് കിഡ്സ് ആയിരുന്നു. ആൻഡ് ദേ വെരി റേസിസ്റ്റ്. ക്യൂ സ്റ്റുഡിയോയിൽ നിന്ന് സാനി അയ്യപ്പനാണ്. വെൽക്കം. ഹായ്. ഞാൻ കഴിഞ്ഞ വർഷം കൊടുത്തൊരു ഇൻ്റർവ്യൂ കാണുമ്പോൾ സാനി പറഞ്ഞത് എനിക്ക് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്നാണ്. ഇപ്പോൾ ഇറുകപ്പറ്റും സ്വർഗവാസിലും ഒക്കെ വരുമ്പോൾ അത്തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളോട് കൂടിയാണ് വരുന്നത്. 2024 എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കഥാപാത്രങ്ങൾക്ക് അതേപോലെ അപ്രീസിയേഷനും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ 2024 സാനിയയ്ക്ക്? 2024 പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഇയറായിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പോൾ കുറേ എന്താ പറയുക, നമുക്കൊരു ലെസൺസ് ലേൺ ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു വർഷമാണ്. പേഴ്സണലി, പ്രൊഫഷണൽ വൈസ് ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും കൂടുതലും യാത്രകളായിരുന്നു ഈ വർഷം. നോക്കുകയാണെങ്കിൽ എനിക്ക് മെമ്മറീസ് കൂടുതലുള്ള സിനിമ സെറ്റിൽ അധികം പോയുള്ള മെമ്മറീസ് കുറവാണ് ഈ വർഷം. കൂടുതലും യാത്രകളിലുള്ള ഒരു മെമ്മറീസ് ആയിരുന്നു. ചെയ്ത് വെച്ചിരുന്ന പടങ്ങൾ റിലീസാവുക എന്നുള്ളതായിരുന്നു 2024. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഞാൻ എൻ്റെ ഒരു പടം ഇറങ്ങിച്ച് ഓൾമോസ്റ്റ് 2 years ആയി. സാറ്റർഡേ നൈറ്റ് ആയിരുന്നു അവസാനമായിട്ട് ചെയ്ത പടം. അത് കഴിഞ്ഞ് ഞാൻ എമ്പുരാനിൽ വളരെ ഒരു ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയൊരു റോൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഞാൻ മലയാളത്തിൽ, എനിക്ക് 2 വർഷം കഴിഞ്ഞ സെറ്റിലേക്ക് പോയപ്പോൾ ഉണ്ടായിരുന്നൊരു ഗ്യാപ്പ് വരെ എനിക്ക് ലിറ്ററലി ഫീൽ ചെയ്യായിരുന്നു. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണെങ്കിലും സെറ്റിൽ പോയി അത്രയും വലിയൊരു, വീണ്ടും ലൂസിഫറിൻ്റെ ആദ്യത്തെ ആ സെറ്റിൽ പോകുന്ന സെയിം ഫീൽ തന്നെയായിരുന്നു എനിക്ക് എമ്പുരാൻ്റെ ഇതിൽ പോകുമ്പോൾ. പക്ഷേ പേഴ്സണലി ഇറുകപ്പറ്റാവട്ടെ, ഇപ്പോൾ ചെയ്ത് വെച്ചിരുന്ന പടങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു. നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അധികം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഈ കുട്ടി സിനിമയിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ പടങ്ങൾ ഇറങ്ങിയതിന് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. പക്ഷേ ഇറുകപ്പറ്റ് OTT പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയുണ്ടായി. അവരുടെ പേഴ്സണൽ ലൈഫായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള പോലെ കുറേ മെസ്സേജുകളൊക്കെ കിട്ടിയായിരുന്നു. സാനി അയ്യപ്പൻ എന്ന വ്യക്തി ആരാണെന്ന് നോക്കുമ്പോൾ ആദ്യം വരിക D4 ഡാൻസ് ആണ്. D4 ഡാൻസിൽ പേളി, GP, പ്രിയാമണി, പ്രസന്ന മാസ്റ്റർ, നീരവ് അബ്ലേജ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യങ്സ്റ്റേഴ്സിനെ TV-ക്ക് മുന്നിൽ പിടിച്ചിരുത്തിയ അതിഗംഭീരമായൊരു ഷോ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഒരു മെമ്മറി എന്തായിരിക്കും സാനിക്ക് പറയാൻ പറ്റും? ആക്ച്വലി D4 ഡാൻസ് അല്ല കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അമൃത TV-യിൽ സൂപ്പർ ഡാൻസർ എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ഉണ്ട്. അപ്പം അതിൽ സീസൺ 2-ൽ റംസാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടീനെ പെർഫോം ചെയ്യാൻ, മനു എന്ന് പറഞ്ഞിട്ട് എൻ്റെ സാറിൻ്റെ മോനായിരുന്നു, അവർ സപ്പോർട്ട് ചെയ്യാൻ പോയി. അങ്ങനെ അതിൻ്റെ സീസൺ 6 വന്നപ്പോൾ ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിട്ട് പോയി. അതിൽ വിന്നറായിരുന്നു. എനിക്കപ്പോൾ ഒരു 8 വയസ്സ് ആ ഒരു, അപ്പം എനിക്ക് തോന്നുന്നു 8-7 വയസ്സിലൊക്കെ തൊട്ട് തന്നെ അതിനു മുമ്പ് ഇങ്ങനെ ഷോസ് ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അതായിരുന്നു ഒരു കരിയറിൽ ഒരു സ്റ്റാർട്ടിങ് ഒരു പോയിന്റ് ഇടുക, നമ്മളൊരു സ്റ്റെപ്പ് വെക്കുക എന്ന് പറയുന്നത് അതായിരുന്നു.
അത് കഴിഞ്ഞ് പിന്നീടും ഒരു 12-13 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും D4 ഡാൻസ് വരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ബാല്യകാലസഖി എന്ന് പറഞ്ഞ സിനിമയും അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞിട്ട് അതിലും ചെയ്തിരുന്നു. പിന്നെ D4 ഡാൻസ് വന്നു. അപ്പോഴൊന്നും സിനിമ നടിയാവണം അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ക്വീൻ്റെ ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ടെന്ന് നമ്മളൊരു ക്ലോസ് ഫ്രണ്ട് പറഞ്ഞു. അന്ന് അതിന് ഓഡീഷന് പോയി. അപ്പോഴും കിട്ടിയപ്പോഴാണെങ്കിലും അതിനൊരു എക്സൈറ്റ്മെൻറ്റ്, അതിനെന്താണ് അതിൻ്റെ ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരിതില്ല. ബിക്കോസ് ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ക്വീൻ്റെ ഓഡീഷന് പോകുന്നത്. ക്വീൻ റിലീസായി കഴിഞ്ഞ് അപ്പോൾ 10th ആയി റിലീസാവാൻ. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാളൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. അധികം അത് കഴിഞ്ഞിട്ട് കോൾസോ അങ്ങനെ അടുത്ത സിനിമയ്ക്കായി ഒന്നും വന്നില്ല. നമ്മൾ യൂഷ്വലി അങ്ങനെ വിടില്ല. ഓക്കെ, ഒരു സിനിമ ചെയ്തു അതത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിടാം. ബിക്കോസ് എമൗണ്ട് ഓഫ് ട്രോൾ എനിക്ക് ആദ്യത്തെ സിനിമയിൽ നിന്ന് കിട്ടിയതിന് ഞാൻ ഇനി ആ ഭാഗത്തേക്കേ പോകണ്ടെന്ന് പറഞ്ഞ് മാറുന്ന ഒരാളാണ്. പിന്നെ ഒരു വൺ ഫൈൻ ഡേ കോൾ ഫ്രം ഇങ്ങനെ രാജുവേട്ടൻ്റെ ഇങ്ങനെ ലൂസിഫറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. 9 സിനിമയുടെ സെറ്റിൽ പൃഥ്വിരാജ് സാറിനെ പോയി കാണുന്നു. അപ്പോൾ അതങ്ങനെ നടന്നൊരു സംഭവമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ റിലീസായി തിയേറ്ററിൽ ഒരു ആൾക്കാരുടെ റെസ്പോൺസും അപ്രിസിയേഷൻ കിട്ടിയതിന് ശേഷമാണ് ഓക്കെ സിനിമ ചെയ്യണം, അല്ലെങ്കിൽ ഇതിലൊരു ജേർണി ഉണ്ടെന്ന് നമുക്കൊരു വിശ്വാസം വരുമല്ലോ. അത് അപ്പോഴാണ് ക്വീൻ ഇറങ്ങിയപ്പോൾ പോലും എനിക്ക് ആ ഒരു വിശ്വാസവും ജാൻവി ആണല്ലോ ഒരു ചെയ്തു വെച്ച ക്യാരക്ടറിൽ ഇപ്പോഴും ആളുകൾ ഏറ്റവും കൂടുതൽ പറയുന്ന ക്യാരക്ടർ ജാൻവിയാണ്. അതെ, ജാൻവി ഒബ്വിയസ്ലി ആ ഒരു റോൾ അത്രയും വലിയ സിനിമയിലൊരു ഭാഗവും പിന്നെ ആ ഒരു ക്യാരക്ടർ അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതിന് ഇപ്പോഴും ആൾക്കാർ എടുത്തു പറയുന്നത് ചെറിയൊരു ഭാഗമായെങ്കിലും ഇപ്പോഴും എടുത്തു പറയുന്ന ഒരു ക്യാരക്ടറാണ് ജാൻവിയുടെ. ഇപ്പം നമ്മൾ ക്വീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വീന് ശേഷം ട്രോള് വന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ട്രോളിനെ പറ്റിയിട്ടല്ല, ഈ ക്യൂവിന് ശേഷം ഒരു അവാർഡ് വാങ്ങാൻ സാനിയ ചെല്ലുമ്പോൾ ട്രോളിനെ പറ്റി ചോദിക്കുമ്പോൾ എൻ്റെ ട്രോളന്മാരോടൊക്കെ എനിക്ക് നന്ദിയുണ്ട്, പേരെടുത്ത് പറഞ്ഞിട്ട് നന്ദി പറയുന്നുണ്ട്. അതായത് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ പ്രായമാണ്, ഒരു ട്രോളിനെ അത്ര പക്വതയോടെ ഒരു എന്താണ് ഭയങ്കര ചിരിയോടെയാണ് പറയണത്, അത്ര പക്വതയോടെ സമീപിക്കാൻ പറ്റിയ പ്രായമാണോ അതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എപ്പോഴാണ് എത്തുന്നത്? അല്ല, നമുക്ക് ഒരു കാര്യത്തിനോട് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കെയർ ഫ്രീ ആണ്. അല്ല, എനിക്ക് ആ സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഒരു വലിയ എന്താ പറയാ ഇങ്ങനെ ഒരു വലിയൊരു ജേർണിയിലേക്ക് ആവുന്നോ അല്ലെങ്കിൽ ഒരു ആക്ടർ ആവുന്നൊന്നും വിചാരിച്ചിരുന്നാണല്ലോ. അപ്പൊ എനിക്ക് ആ സമയത്ത് അതൊന്നും എൻ്റെ ഒരു ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും ഞാൻ ഓക്കെ ആ ഒരു ജേർണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രായത്തിൻ്റെ ആയിരിക്കാം. പക്ഷെ ഇൻ എ വേ ഐ എം ബ്ലെസ്ഡ് ദാറ്റ് ഇത്രയും ചെറുതിലെ ഐ വാസ് ഏബിൾ ടു മാനേജ് തിങ്സ്. ബിക്കോസ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാവട്ടെ, ആക്ടിങ് വൈസ് ആണെങ്കിലും ഇപ്പോഴും എനിക്ക് തോന്നുന്നു പലവരും ഓരോ ഇൻസ്റ്റഗ്രാമിൽ ഒരു പിക്ചേഴ്സ് ഇടുമ്പോഴാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും പറയും സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതെനിക്കിപ്പോഴും അതിൻ്റെ എങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ബോളിവുഡ് അതിലൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തോ ഒരു സിനിമ അപ്പോഴേ കിട്ടിയേക്കാം. സോ അങ്ങനെ കുറേ ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു വീട്ടുകാർ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഒരു പ്ലസ് ആണ്. പ്ലസ് മാത്രമല്ല, അതാണ് ഏറ്റവും നമുക്ക് വേണ്ടത്. വേറെ ആരും ചുറ്റിനും നമുക്ക് സപ്പോർട്ടിനില്ലെങ്കിലും അമ്മ ആൻഡ് അച്ഛൻ ആൻഡ് മൈ സിസ്റ്റർ ഇവര് 3 പേരും ഒരിക്കലും എന്തുകൊണ്ട് സനു അങ്ങനെ ചെയ്തു എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. ദേ ഓൾവേസ് നോ ദാറ്റ് ഞാൻ ഒന്നും കാണാതെ അങ്ങനെ ചെയ്യില്ല. സോ ആ ഒരു സപ്പോർട്ട് തന്നെയായിരിക്കും ആ ഒരു സ്ട്രോങ് ആയി നിൽക്കാനുള്ള എൻ്റെ ഇത്. അതായത് തുടക്കം തൊട്ട് ഇതുണ്ട് എന്നുള്ളതാണ്. ട്രെൻഡുകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ട്രോമയാണ്, ഇത് ഭയങ്കരമായിട്ട് ചില സമയത്ത് ഇത് അതിഭയങ്കരമായിട്ടുള്ളൊരു നിരാശയിലേക്ക് മനുഷ്യനെ എടുത്തു. ഇത് സാനിയുടെ കാര്യത്തിൽ ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ക്യൂൻ തൊട്ട് ഇവിടെ വരെ വരുമ്പോഴത്തേക്കും റിപ്പീറ്റഡ്ലി സാനിയെ ഇത് പിന്തുടരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? അറിയില്ല, ഞാൻ അങ്ങനെ അത്രയും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ട്രോമ, ഡിപ്രഷൻ എനിക്ക് തോന്നിയാൽ പറയില്ല 2024 has been a hell of journey for me. And mentally, physically ഒക്കെ ഞാൻ കുറച്ച് നമ്മളൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളിതിൽ സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു വിൽ ലൂസ് യുവർ സെൽഫ് എന്ന് മനസ്സിലാക്കിയ ഒരു ഇയർ ആണ് എനിക്ക്. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മളൊരു പുറത്ത് പോകട്ടെ, കസിൻസിൻ്റെ അടുത്ത് പോകട്ടെ, എല്ലാവരും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയാൽ തന്നെ അവർക്ക് ഇപ്പോൾ സിനിമയില്ലേ,
നമ്മളിപ്പോ വന്നില്ലെങ്കിലും ഓ എന്തുകൊണ്ട് സാനിയ വന്നില്ല എന്നുള്ളൊരു വർത്താനം, പോയാൽ ഓ ഇപ്പൊ സിനിമയൊന്നും ഇല്ല. സോ ഇത് ഭയങ്കര ഒരു ഹോണ്ട് ചെയ്യാൻ തുടങ്ങി ക്വസ്റ്റ്യൻസ്, മനസ്സിലായോ? അങ്ങനെ ഞാൻ അങ്ങനെ എവിടെയും പോവാതെയായി. അങ്ങനെ പുറത്ത് ഞാൻ എപ്പോഴും കൂടുതലും എനിക്കൊരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞാൻ സോളോ ആയിട്ട് എവിടെയെങ്കിലും പോകാനൊക്കെ തുടങ്ങി. പിന്നെ ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഇൻ കോഴിക്കോട് ഹാഡ് എഫക്റ്റഡ് മീ ഇൻ ലോട്ട് ഓഫ് വേസ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു അങ്ങനെ നാട്ടിൽ ഇതുവരെ ആരും ഫേസ് ചെയ്യാത്തൊരു പ്രശ്നമായിരുന്നു ഞാനും ഗ്രേസ് വന്ന് അവിടെ ഫേസ് ചെയ്തത്. ആൻഡ് അതിനെക്കുറിച്ച് സംസാരിക്കാനോ അതിനെക്കുറിച്ച് ഇത് ചെയ്യാനോ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നൊരു ഫോട്ടോ എടുക്കാൻ ഞാൻ എന്തെങ്കിലും, എനിക്ക് ആ ട്രോമ ഉണ്ടായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞ് ഞാൻ കുറേ ഇവൻസിന് പോകുമ്പോഴത്തേക്കും ഐ വാസ് നോട്ട് കംഫർട്ടബിൾ പീപ്പിൾ കമ്മിങ് നെക്സ്റ്റ് ടു മീ. ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് ഒരിക്കലും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും ഷോസിനും കാര്യങ്ങൾക്കും പുറത്തു പോകുന്ന ആൾക്കാരാകുമ്പോൾ ആ സമയത്ത് തന്നെ എപ്പോഴും ഞാൻ ഒന്ന് എൻ്റെ ഫേസിൽ അത് എപ്പോഴും കാണുന്നു. സോ ഐ സോ റീൽ വേർ ഒരു ഇനോഗ്രേഷൻ ഞാൻ പോയിട്ട് ഒരു പയ്യൻ ലിറ്ററലി ആകെ ആ വീഡിയോന്റെ പാട്ട് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. അതിന് മുമ്പ് യു വാസ് ജസ്റ്റ് കമ്മിങ് ക്ലോസ് ടു മീ. അപ്പൊ ഞാൻ കുറച്ച് ഇതായി. അപ്പൊ റൈറ്റ് ആഫ്റ്റർ നടന്നൊരു 1-2-3 months കഴിഞ്ഞിട്ടാ. പക്ഷെ അത് ഇൻസ്റ്റഗ്രാമിൽ ഫുൾ ഇതായി, ലൈക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തു. അതെ അതെ, ഞാൻ അത് ഇടേണ്ട വന്നു. അത് സത്യം പറയാൻ അതുപോലെ ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ അത് കാസ്റ്റിന്റെ രീതിയിൽ ഞാൻ മാറ്റുന്ന അങ്ങനെയൊക്കെ എക്സ്ട്രീം ലെവൽ ആയപ്പോ യൂഷ്വലി ഐ ഡോണ്ട് റിയാക്ട് ടു എനിത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് അത് എൻ്റെ ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഞാൻ ഈ കാസ്റ്റിന്റെ രീതിയിൽ ഇത് ചെയ്തിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കുറെ വന്നപ്പോഴാണ് അത് ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ട വന്നത്. സോ പക്ഷെ ആ എന്റെയും ഗ്രേസിന്റെയും കാര്യം അതെന്താണ്, അപ്പോഴും ഞാൻ റോങ് ആയിട്ടുള്ള ഒരാളെയാണ് അടിച്ചത്. അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആരും എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് അതിന് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൽ സാനിയനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ഇന്റർവ്യൂവിൽ സാനിയ തന്നെ പറഞ്ഞു ഗ്രേസിന് അത് അപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല, എനിക്കത് മനസ്സിലാവും എന്നുള്ളത്. അതായത് ഒരു ബോളിവുഡ് റൗണ്ട് ടേബിളിൽ റാണി മുഖർജി പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ അപ്പം തന്നെ പ്രതികരിക്കണം. ഇപ്പൊ ഹേമ കമ്മിറ്റിയൊക്കെ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സ്ത്രീകൾ എന്തുകൊണ്ട് അപ്പം തന്നെ പ്രതികരിക്കുന്നില്ല. അന്ന് ദീപിക പഡുക്കോൺ പറഞ്ഞു എല്ലാവർക്കും അതിനെ പറ്റി DNA ഉണ്ടാവില്ല, എല്ലാവർക്കും അതപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല. പക്ഷെ സാനിയ ഒരു വിക്ടിം ആയിരിക്കെ തന്നെ സാനിയ അതിനെ ഇത് ചെയ്യുന്നുണ്ട്. അവർക്കത് പറ്റിയില്ല, എനിക്കത് മനസ്സിലാവും അത് പറ്റി, പക്ഷെ എനിക്കത് പറ്റി, ഞാൻ അതുകൊണ്ട് അത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. എനിക്കതൊരു ഭയങ്കര നന്ദിയുണ്ട് ആ ഒരു കാര്യം പറഞ്ഞതിൽ. കാരണം ഇവിടെ തന്നെ പല സ്ത്രീകളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിങ്ങൾ ആ സമയത്ത് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ്. എങ്ങനെയാണ് അതും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക്? അല്ല, ബിക്കോസ് പലവർക്കും പല വേ ഓഫ് റിയാക്ഷൻ ആണ് അല്ലെ. ഗ്രേസ് ആ മൊമെന്റിൽ ഒട്ടും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആൻഡ് ഞാൻ കാണുന്ന ഞാൻ ഗ്രേസും ഭയങ്കര ക്ലോസ് ആണ്. ആ സമയം സിനിമയിൽ ചെയ്തതിന് ശേഷം എൻ്റെ ഒരു ചേച്ചിയെ പോലെ തന്നെയാണ് ഗ്രേസ്. ആൻഡ് എനിക്കെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ, ആ ഒരു മൊമെന്റിൽ ഐ കുഡ് സീ ദിസ് ഗൈ ലൈക്ക് എൻ്റെ ഹിപ്പിന്ന് ഇവൻ ഇങ്ങനെ കൈ എനിക്ക് ലിറ്ററലി ഫീൽ ചെയ്യാം താഴത്തേക്ക് വന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്ന എൻ്റെ അസിസ്റ്റന്റ് കൂടെ നിൽക്കുന്ന പയ്യനുണ്ട്. സോ അവൻ ഇങ്ങനെ കവർ ചെയ്ത് അപ്പോഴും ഞാൻ ഇവൻ ബാക്ക് ചെയ്യുന്ന ഇതിയാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ സ്ലോലി നോക്കുകയാണ്. ഐ വാസ് വെയറിങ് എ ഷോർട്ട് ഡ്രസ് ഓൾസോ. അപ്പൊ ഞാൻ ഡ്രസ്സ് ഇങ്ങനെ സ്റ്റെപ്പിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ആൻഡ് ഐ സോ ദിസ് ഗൈ എൻ്റെ ബാക്കിൽ ലിറ്ററലി എൻ്റെ വം ഗ്രാബ് ചെയ്തു. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ എല്ലാരും പറയുന്നത് ഞാൻ റോങ് ആയിട്ടുള്ള ഒരാളെയാണ് അടിക്കുന്നതെന്ന്. ബട്ട് എൻ്റെ ഒരു ഓണസ്റ്റ് ഇതാണ്, നമ്മൾ ഒരാളെ അടിച്ചു, നമ്മൾ അടിച്ചു കഴിഞ്ഞ് ഇപ്പൊ ഞാൻ അടിച്ചു, അമീനെ അടിച്ചു. അമീനെ അടിച്ചിട്ട് അമീനെ ഒന്നും ചെയ്യാതെ ആണെങ്കിൽ അമീനെ ഒബ്വിയസ്ലി എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും അല്ലെ. ദിസ് ഗായ് വാസ് ലിറ്ററലി ലാഫിങ് അറ്റ് മീ ആൻഡ് ഇറ്റ്സ് ലൈക്ക് യു നോ വാട്ട് ഐ എൻജോയ്ഡ്, സോ ഐ നോ ഐ ഡോണ്ട് കെയർ. ആ വീഡിയോയിൽ ലിറ്ററലി ആ ഭയങ്കര ചിരിക്കുന്ന ആളാണ് ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടും. അത്രയും സോ അത് കണ്ടുകഴിഞ്ഞിട്ട് എനിക്ക് കൂടുതൽ ട്രിഗറിങ് ആയി. മനസ്സിലായത് അവൻ ചിരിക്കുന്നു അതായിട്ട് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. നടന്നു ഞാൻ അവിടെ നിന്ന് അപ്പത്തന്നെ ഇറങ്ങി. പിന്നെയാണ് ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാൻ ഗ്രേസ് കരയുന്ന കാണുന്നത്. പിന്നെയാണ് ഞാൻ കരുതുന്നത് ഗ്രേസിനും ഫ്രണ്ടിൽ നിന്ന് ഇത് പറ്റി. ഐ തിങ്ക് റീസെന്റ് ഓൾസോ ഈ സെയിം സ്ഥലത്ത് തന്നെ ഐശ്വര്യ ചേച്ചി ഒരു പ്രൊമോഷന് പോയിരുന്നു. ഷർഫിക്ക ഐശ്വര്യ ചേച്ചി ഐ തിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ചെയ്തായിരുന്നു. ലൈക്ക് ഷി വാസ് ഗിവിങ് കൈ എന്തോ കൊടുക്കുമ്പോഴത്തേക്കും ക്രൗഡിലേക്ക് വലിക്കുന്നത്. ദാറ്റ്സ് ദ സെയിം പ്ലേസ്. അവിടെ തന്നെയാണ് ഈ സംഭവം ഹൈലൈറ്റ് മോളിൽ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്.
സോ ഓണസ്റ്റ്ലി സംടൈംസ് ഇറ്റ്സ് വെരി സ്കെയറി ക്രൗഡിൽ പോകുമ്പോൾ. പക്ഷേ നമ്മളുടെ ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ പാർട്ട് ഓഫ് ജോബ് തന്നെയാണ് നമ്മൾ പ്രൊമോഷൻസും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നത്. ആൻഡ് അന്ന് ഐ തിങ്ക് ഞാൻ ഇന്നും ഗ്രേസിൻ്റെ ആ ഒരു ഞങ്ങൾ റൂമിൽ എത്തിക്കഴിഞ്ഞ് ഞാനും ഗ്രേസും പോയ ഒരു മൊമെന്റ്സ് ഉണ്ടല്ലോ, അത് ഒരിക്കലും ലൈഫിൽ ഞങ്ങൾ മറക്കില്ല. ഞങ്ങൾ അത് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പ്രൊമോഷൻസിന് വരുന്നില്ല. ബിക്കോസ് എങ്ങനെ പോകും, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞിട്ട്. കുറേ നാൾക്ക് ശേഷം പിന്നീട് സാനിയ ഇനോഗ്രേഷൻസിനൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പേടിനെ ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്? അതാ ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഞാൻ ഇനോഗ്രേഷൻസിന് പോകുന്ന മുമ്പ് ഞാൻ അവരോട് പറയും ഇങ്ങനെ ഉള്ളിലേക്ക് ക്രൗഡിനെ കയറ്റാതെ നമുക്ക് പിക്ചേഴ്സ്, അവർക്ക് അവരുടെ ഫാമിലി അങ്ങനെയൊക്കെ പിക്ചേഴ്സ് ഒക്കെ എടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ അധികം മീഡിയാസ് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇപ്പൊ അങ്ങനെ പഴയ പോലെ ഈ കുറേ പ്രൊമോഷൻസ് ചെയ്ത് വരുന്നുണ്ട് ഇനോഗ്രേഷൻസ്, അങ്ങനെ ഇനോഗ്രേഷൻസ് എടുക്കാറില്ല ഞാൻ. കൂടുതലും നമുക്ക് അറിയുന്ന തന്നെ ആൾക്കാരുടെ വെരി ലിമിറ്റഡ് ക്രൗഡിൽ വരുന്ന വളരെ ബേസിക് ആയിട്ട് അങ്ങനെ വരുന്ന കുറേ ഫങ്ഷൻസ് മാത്രമേ അറ്റൻഡ് ചെയ്യാറുള്ളൂ. പിന്നെ പഴയ പോലെ അങ്ങനെ കുറേ ഇനോഗ്രേഷൻസ് പോയി ചെയ്യാന്നുള്ള അതങ്ങനെ മനഃപൂർവ്വം നിർത്തിയല്ല, നമുക്കൊരു അങ്ങനെ ഒരു ക്രൗഡിലേക്ക് അതൊരു ടെൻഷൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ നമ്മളുടെ മാനേജ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ തന്നെ ചൂസ് ചെയ്തിട്ടാണ് പരിപാടികൾ എടുക്കാറ്. അങ്ങനെ ടൂ മച്ച് ക്രൗഡ് ഹാൻഡിൽ ചെയ്യുന്നത് വരികയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം സെക്യൂരിറ്റി ഇതൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം. പക്ഷെ അന്നും നമുക്ക് ഒരു 20-12 പേരുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കാണുന്നത് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതങ്ങനെ അധികം ആളുകൾ പറയുന്ന കാര്യമല്ല. പക്ഷെ സാനിയ അത് പറയുന്നുണ്ട്, ഇത് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അറ്റ് സെയിം ടൈം ഇൻഫ്ലുവൻസർ ആകുമ്പോൾ കുറച്ച് റെസ്പോൺസിബിലിറ്റികളുണ്ട്. സാനിയ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇതിനെ കാണുന്നു, പ്ലസ് ഇൻഫ്ലുവൻസർ ആണെന്നുള്ളൊരു ബോധ്യവുമുണ്ട്. ഇതെങ്ങനെയാണ് ഈ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എന്ത് ചെയ്യണം, എന്ത് ചെയ്യില്ല എന്നുള്ളത്? പ്രോപ്പർ ഇൻഫ്ലുവൻസ് രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. ഓക്കെ, വളരെ ബേസിക് ആയിട്ട് ഇപ്പോൾ പ്രോഡക്ട്സ് ആവട്ടെ, അതൊക്കെ നമ്മൾ കുറേ സിനിമയിലും ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ റാൻഡം ബ്രാൻഡ്സ് ആയിട്ട് പൊതുവെ കുറേ ബ്രാൻഡുകൾ വരും, സ്കിൻ കെയർ ബ്രാൻഡ്സ് ഒക്കെ വന്നിട്ട് വെറുതെ നമുക്ക് ടെസ്റ്റ് അവരുടെ പ്രൊഡക്ട്സ് അയക്കും. പക്ഷെ അതൊന്നും എന്റർടൈൻ ചെയ്യിക്കാറില്ല. നല്ലൊരു എമൗണ്ട് ഒക്കെ തന്നെ ആയിരിക്കും പേ ചെയ്യുന്നത്. ബട്ട് കോവിഡ് ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്തത് ഇൻസ്റ്റഗ്രാം പ്ലാറ്റ്ഫോം കൊണ്ട് മാത്രമാണ്. ഐ തിങ്ക് ഇപ്പോഴും എൻ്റെ പല കാര്യങ്ങളും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഏൺ ചെയ്യുന്ന ഇത് തന്നെയാണ്. എല്ലാവരും കുറെ ബ്രാൻഡുകളും കാര്യങ്ങളും ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ താഴെ കുറെ കമന്റ്സ് വരും, നിങ്ങൾ ഈ സെലിബ്രിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ പേരിലാണ് ഇത് പോയി വാങ്ങിക്കുന്നത്, അത് ചെയ്യുന്നത്. ആൻഡ് ഇഫ് എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കിയാൽ ഞാൻ കൂടുതലും അങ്ങനെ ബ്യൂട്ടി റിലേറ്റഡ് പ്രോഡക്ട്സ് ആയിരിക്കും കൂടുതൽ ഇത് ചെയ്യുക. പക്ഷെ അതെല്ലാം നമ്മളൊരു 2-3 months ആൻഡ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന കുറെ ബ്രാൻഡ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ലോറിയൽ ബ്രാൻഡായിട്ട് കണ്ടിന്യൂസ്ലി ചെയ്യുന്നത്, ബിക്കോസ് ഞാൻ അവരുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഈ ചില കുക്കിംഗ് പ്രൊഡക്ട്സ് ആവട്ടെ, ഇതെല്ലാം നമ്മൾ ആദ്യം ടീമായിട്ട് അവൻ ഏജൻസി ഇൻ ബോംബെ അവരായിട്ട് നമ്മൾ ഇരുന്ന് പ്രോപ്പർ ആയിരിക്കും എന്നൊക്കെ നോക്കിയിട്ട് തന്നെ ചെയ്ത്. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഒരു തവണ. ഈ ഗെയിമിംഗ് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു സമയത്ത് അത് ഭയങ്കര ഇതായിരുന്നു. ബട്ട് അത് ഞാൻ തന്നെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി എവിടെയോ ഞാൻ ചെയ്യുന്നത് അത്ര നല്ലൊരു കാര്യമല്ല, പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് തോന്നി. ഐ ഗേവ് ദം ബാക്ക് ദ മണി ആൻഡ് ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത് മിഡിൽ വെച്ചിട്ട്. സോ യെസ്, സംടൈംസ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത്ര 2.6 million ഫോളോവേഴ്സ് ഉള്ള ഞാൻ, അപ്പം അത്രയും നമ്മൾ ആൾക്കാരിലേക്ക് ഇത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നോക്കിയിട്ടാണ് ചെയ്യാറ്. അതേസമയം യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ചാനലുണ്ട്, പക്ഷെ ആക്റ്റീവ് അല്ല. ഞാൻ നോക്കിയപ്പോൾ 3 വർഷം മുമ്പ് മാൽദീവ്സിലൊരു ലാസ്റ്റ് പോയിരിക്കുന്ന അപ്ഡേറ്റ്. എന്തുകൊണ്ടാണ്, വേണ്ടെന്ന് വെച്ചിട്ടാണോ അതോ സമയമില്ലാഞ്ഞിട്ടാണോ? അല്ല, ലൈഫിലെ മൊമെന്റ്സ് എൻജോയ് ചെയ്യുന്ന കുറഞ്ഞ പോലെ തോന്നി ട്രാവൽ ചെയ്യുമ്പോൾ. ആൻഡ് ഒബ്വിയസ്ലി ആൾക്കാർക്ക് നമ്മളെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാൻ കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ യൂട്യൂബ് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തു. പീപ്പിൾ ലൈക്ക് ടു മച്ച് ഇൻവോൾവ് ടു മൈ ലൈഫ്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. ഐ തിങ്ക് അത് ചിലപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം, പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ ഒരു ട്രാവൽ വ്ളോഗ് പോലെയോ അല്ലെങ്കിൽ മാൽദീവ്സിൽ കണ്ടോ അങ്ങനെ ഒരു വ്ളോഗിന് ഒരിക്കലും
ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെ. ബിക്കോസ് ഐ ഫെൽ ലൈക്ക് അത് എന്നെ ഭയങ്കരമായിട്ട് ക്രൗഡ് ഫുൾ അറിയുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഭയങ്കരമായിട്ട് ഞാനൊരു എൻട്രി കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് 24/7 ഐ വാസ് ജസ്റ്റ് റെക്കോർഡിങ് മൈ സെൽഫ് ദ എൻറ്റയർ ട്രിപ്പ്. ആൻഡ് ഞാൻ വീട്ടിലൊന്ന് ഇരിക്കുമ്പോഴത്തേക്കും എന്താ ചെയ്തേ, എന്താ എൻജോയ് ചെയ്തേ, ആ ഒരു ഒരു ലൈവായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള കുറെ കാര്യങ്ങളില്ലായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് വിഷമപ്പെടുത്തി. പ്രോപ്പറായിട്ടൊരു അതെ, എൻജോയ്മെന്റ്. പിന്നെ അത് എഡിറ്റ് ചെയ്യണം, അത് ചെയ്യണം. സോ എനിക്ക് അങ്ങനെ ഒരു പേഷ്യൻസോ അല്ലെങ്കിൽ അത്രത്തോളം ആൾക്കാരെ എൻ്റെ ഇതിലേക്ക് ഇൻവോൾവ് ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. നിറയെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഇപ്പൊ പറഞ്ഞ പോലെ നിറയെ ട്രാവൽ ചെയ്യുന്നുണ്ട്, സോളോ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് ട്രാവലൊക്കെ ചെയ്തു വരുന്നുണ്ട്. എനിക്ക് റീസെന്റ് ഇഷ്ടപ്പെട്ടത് ഇസ്താംബുളാണ്. ഐ ലവ് ദാറ്റ്. ഞാൻ സ്പെഷ്യലി എടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചാൽ ആ കുതിരയോടില്ലേ, കുതിരയോടുമ്പോ നടന്നു വരുന്നില്ലേ, ആ മൊമെന്റിനെ പറ്റി എനിക്ക് ചോദിക്കണം എന്നുണ്ട്. ഞാനൊരു ട്രോൾ വീഡിയോ കണ്ടിരുന്നു. ലിറ്ററലി ഞാൻ കൃഷ്ണ കൃഷ്ണ എന്നല്ല, ദൈവമേ എല്ലാം വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആക്ച്വലി അവിടെ ചെയ്യുന്ന ഒരു ഷൂട്ടാണ്. അവിടെ കപ്പഡോക്കിയിൽ നമുക്കൊരു പേയ്മെന്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരിതാണത്. സോ അന്ന് എനിക്ക് ടേൽസ് ബൈ റൂട്ട്സ് എന്ന് പറഞ്ഞ ഒരാൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ടർക്കി ട്രിപ്പ് വാസ് സ്പോൺസേർഡ്. അവരുടെ പ്രൊമോഷൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രാവൽ ചെയ്താണ്. സോ അത് ആ പയ്യൻ, അതിന്റെ ഓണർ ഒരു പയ്യുണ്ട് അസീർ എന്ന് പറഞ്ഞിട്ട്, ഈസ് എ സ്വീറ്റ് പാവമാണ്. ഫുള്ള് എന്റെ നാട്, ഞാനും അസീർ മാത്രമായിരുന്നു ഫുൾ ട്രിപ്പ്. ചില സ്ഥലത്ത് അസീർ ഉണ്ടായിരുന്നില്ല. ഐ വാസ് ട്രാവലിംഗ് അലോൺ, ബട്ട് ഹി മെയ്ഡ് ഷുവർ ദാറ്റ് ഞാൻ പെർഫെക്റ്റ് സൈഡ് ഓഫ് ടർക്കി എല്ലാം നല്ല സ്പോട്സ് കാണും എന്നുള്ളത്. സോ പുള്ളിക്കാരനാണ് ഇങ്ങനെ ഒരു ഷൂട്ട് ഉണ്ട് ചെയ്യണം. ഞാൻ പറയുന്നുണ്ട് എനിക്കൊണ്ട് പറ്റില്ല, പക്ഷെ അതിൽ ചില ആംഗിൾ നോക്കുമ്പോൾ കാണാം എനിക്ക് പേടിയുള്ള. പക്ഷെ യെസ്, ആ ട്രോൾ വീഡിയോ പോലെ തന്നെ ഞാൻ ധൈര്യത്തിലാണ്. അതെ അതെ. പക്ഷെ ഇറ്റ് വാസ് എ മാഡ് എക്സ്പീരിയൻസ്. അവിടെ ഞാനൊരു ഹോട്ട് എയർ ബലൂണിനോട് ഒരു ഷൂട്ട് ചെയ്തിരുന്നു. അതൊക്കെ ഭയങ്കര. എന്താണ് സോളോ ട്രാവൽ എന്താണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ട്രാവലിൽ നിന്ന് എന്താണ് കിട്ടുന്ന ഒരു എനിക്ക് പൊതുവേ ലിബറേഷൻ തോന്നാറുണ്ട്. അത് മാത്രമല്ല, എനിക്ക് പൊതുവേ കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കുറെ സംസാരിക്കണം. അപ്പൊ എന്നെ ഇപ്പൊ ഫസ്റ്റ് ടൈം നമ്മളൊരാൾ കാണുമ്പോൾ നമ്മൾ കുറെ സംസാരിക്കണം. എനിക്ക് ആ മൊമെന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ റാൻഡംലി കാണുന്ന ഒരാള് ഇങ്ങനെ ഞാൻ ആലോചിച്ച ആൾ എന്തായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക, അയാൾ എന്തായിരിക്കും ഇവിടെ ചെയ്യുക, അങ്ങനെ കുറെ ചിന്തിക്കുന്ന ഒരാളാ. സോ അങ്ങനെ പെട്ടെന്നൊരു റാൻഡം കോൺവെർസേഷൻസ് ഉണ്ടാക്കി കുറെ അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ഫസ്റ്റ് എൻ്റെ ലൈഫിൽ സോളോ ട്രിപ്പ് എന്ന് പറയുന്നത് ഹിമാചലിലേക്കായിരുന്നു. 2022 ഫെബ്രുവരി, തണുപ്പത്താണ് ഞാൻ പോകുന്നത്. അപ്പൊ എനിക്ക് തോന്നി അന്നത്തെ ഏറ്റവും വലിയ റിസ്ക് ഉള്ളതാണ് ഇന്ത്യയിൽ തന്നെ ഒറ്റയ്ക്ക് ഒരാൾ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ എന്തോ ഒരു ഓണത്തിന് പോയി. ആൻഡ് ഞാൻ മണാലി വരെ എനിക്ക് ബസ്സിൽ പോകാൻ പറ്റിയുള്ളൂ. അത് ഞാൻ ലോക്കൽ ബസ്സിലാണ് കുട്ട്ല വരെ പോയത്. അത് വേറെ പെട്ടി ബാഗായിട്ട് കുറെ കോഴി ഇതൊക്കെ ബസ്സിലുണ്ട്. അങ്ങനെ ഒരു യാത്ര. ബട്ട് അവിടെ ലോക്കൽസ് 2 ആൾക്കാരെ പരിചയം ഉണ്ടായിരുന്നു. അവരുടെ കൂടെ രാത്രിയൊക്കെ 2-3 ദിവസം നിന്ന് അടിച്ചു പൊളിച്ചിട്ട് ഒരു 5 ദിവസത്തെ ട്രിപ്പായിരുന്നു അത്. അതിൽ നിന്ന് ഭയങ്കര എനിക്ക് ഒരു മനസ്സിലാക്കിയിരുന്ന വെച്ചാൽ ഭയങ്കര ഒരു പവർ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു നമുക്ക് എന്തും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കേപ്പബിൾ ആയത് ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക് ഒരു തരം നമുക്കൊരു സുഖം എന്നതിനെക്കാട്ടും നമ്മളിപ്പോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും, ഒരു ഹരം എന്നൊക്കെ പറയില്ലേ, അത് വന്ന് ഞാൻ കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോ ഒരു ഭ്രാന്ത് മത്ത് കയറുക എന്നുള്ളൊരു ഫീലിന് അപ്പൊ തന്നെ എനിക്ക് അടുത്ത ട്രിപ്പ് പോകണം എന്നുള്ളൊരു ഫീലായിരുന്നു. ബിക്കോസ് ഒറ്റയ്ക്കാകുമ്പോൾ നമ്മുടെ അടുത്ത് ആൾക്കാരൊന്ന് ഇന്ററാക്ട് ചെയ്യും കുറെ. നമുക്കത് സേഫും ആണ് അൺസേഫും ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മള് ആൾക്കാർ വരുമ്പോ തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യണേന്ന് മാക്സിമം പറയാതിരിക്കുക. കൂടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ഓസ്ട്രേലിയയിൽ നിന്നൊരു ലേഡി, അവര് 3-4 months ആയിട്ട് കുട്ട്ലിയില് മലയില് അവര് ഒരു പീസ്ഫുൾ ലൈഫിന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. അവരുടെ ലൈഫ്, അവർ ടീച്ചറായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാരെ പരിചയപ്പെടുക. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ കെനിയയിലാണ് ബർത്ത്ഡേക്ക് വേണ്ടി പോയത്.
12 മണിക്ക് ബർത്ത്ഡേക്ക് ഭയങ്കര കരച്ചിലായിരുന്നു, കേക്ക് കട്ടിയാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതിൽ അധികം ആൾക്കാരൊന്നുമില്ല, ഫുൾ നമ്മൾ ഒറ്റയ്ക്ക് സഫാരി പോകുന്നു, ആ ഒരു ആനിമൽസിനെ കാണുന്നു. പക്ഷെ ഒരു നേച്ചറിനോട് ഭയങ്കര ബുക്സ്, ആ സമയത്ത് ആദ്യമായിട്ട് ബുക്ക് വായിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ സഫാരിക്കൊക്കെ പോകുമ്പോൾ ബുക്ക് വായിക്കുന്ന ഒരു ചെറിയൊരു ശീലം അതിന്ന് ഉണ്ടായി. ആൻഡ് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ടർക്കി പോയി. പക്ഷെ അതിനു മുമ്പ് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ബെസ്റ്റ് ഡെസിഷൻ, ഡിപ്രഷൻ എന്ന് എനിക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല. പക്ഷെ നമ്മൾ കരിയറിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു അപ്സ് എല്ലാം കിട്ടാതെ ആകുമ്പോഴുള്ള നമുക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എൻ്റെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഞാൻ മൊത്തം എവറിത്തിങ് ഹാപ്പൻഡ് ഇൻ 2024. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, ഇതെല്ലാം വിട്ടിട്ട് ഇതെല്ലാം എനിക്ക് എല്ലാം കൊടുത്തിട്ട് എവിടെയെങ്കിലും പോയി വല്ല സമാധാനമുള്ള എവിടെയെങ്കിലും. അത്ര ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ വളരെ മണ്ടത്തനാണ്. പക്ഷെ അത്രയും ഡിപ്രസിങ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇരിക്കുമ്പോഴാണ് ഫിലിപ്പീനിൽ ഒരു ഗേൾസ് ട്രിപ്പ്, സോളോ ട്രാവൽ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം സോളോ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചു. അപ്പോൾ 21 ഗേൾസ് ആണ് ഒരു ബാച്ചിൽ ഉണ്ടാവുക. ആൻഡ് ദേ മെയ്ഡ് എ ഗ്രൂപ്പ് ആൻഡ് ഓൾ. അവരിങ്ങനെ നമുക്കൊരു വില്ലയൊക്കെ തരും സർഫിങ് പഠിക്കാനാണ്. അപ്പം എനിക്ക് നീന്താൻ അറിയേയില്ല കേട്ടോ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സർഫിങ് ചെയ്യണമെന്നില്ല, എനിക്ക് വെള്ളത്തിനോടുള്ള പേടി എനിക്ക് അവിടെ വരുമ്പോൾ മാറ്റിത്തരണം. അപ്പോൾ അവർ പറഞ്ഞു യെസ്, അവർ എഴുതി തരാം. സോ ഇത് ബാഴ്സലോണ എന്നുള്ളൊരു പെൺകുട്ടിയാണ്, സ്പെയിൻ പുള്ളിക്കാരത്തി. ഫിലിപ്പീനിലൊരു 4-5 months ആയിട്ട് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോയി. ആൻഡ് they were like 21 girls with 19 nationalities. Me and one girl from Bangalore, but she was a Mallu. പക്ഷെ പുള്ളിക്കാരത്തി US-ലൊക്കെ പഠിച്ചു, അങ്ങനെ മലയാളം അത്ര വരില്ല. അപ്പം ഞാനൊരു ഒറ്റ പ്രോപ്പർ മലയാളിയാണ് അവിടെ ഉണ്ടായിരുന്നത്. സോ ലൈക്ക് സ്വീഡൻ, USA, സ്കോട്ട്ലൻഡ്, അങ്ങനെ പലതരം ഇംഗ്ലീഷ് നമുക്ക് ആക്സെന്റുകൾ കേൾക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടികളിൽ ഒരു 4-5 പെൺകുട്ടികൾ എന്നെ ബീച്ചിൽ കൊണ്ടുപോവുക രാവിലെ, എൻ്റെ പേടി മാറ്റും. സോ ആ ഒരു ഗേൾഹുഡ്, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന പല പെൺകുട്ടികളും ചിലപ്പോൾ ഈ US-ൽ പാർട്ട് ടൈം ആയിട്ട് ഈ ബാർടെൻഡറായിട്ട് വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളാണ്. ഭയങ്കര എത്ര എക്സ്പെൻസീവ് ഇല്ലാത്തൊരു ട്രിപ്പാട്ടോ. ലൈക്ക് ടേബിൾ ഫാൻ മാത്രമായിരുന്നു റൂമിനുള്ള, AC അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. നമുക്ക് 3 time മീൽസ് അവരെന്നെ തീരുമാനിക്കും എന്ത് തരണം എന്ന്. അപ്പൊ ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ബട്ട് അതിൽ നിന്ന് നമ്മളുടെയൊക്കെ ലൈഫ് എത്രത്തോളം ദൈവം ബെറ്റർ ആണ്, എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്നുള്ളത് ആ ട്രിപ്പിലൂടെ കുറേ പെൺകുട്ടികളുടെ ലൈഫ് എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഐ വാസ് അഗൈൻ ബാക്ക് ടു നോർമൽ. സോ ഐ ഫീൽ ലൈക്ക് വെനെവർ എന്തെങ്കിലും ലൈഫിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഞാൻ ഡൗൺ ആണെങ്കിൽ ഒരു ട്രിപ്പ് പോയി വരുമ്പോൾ എനിക്കൊരു റീബോൺ ആയി വരുന്നൊരു ഫീലാണ്, മനസ്സിലായോ? അപ്പം എനിക്ക് ചെറിയ വിഷമം എന്ത് വന്നാലും ഒബ്വിയസ്ലി ഞാൻ അപ്പം തന്നെ ചെയ്യുന്ന പറ്റാവുന്ന ഒരു മൂന്നാറാണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ വരും. ഉപരിപഠനത്തെക്കുറിച്ച് പറയുമ്പോൾ വിദേശത്ത് പോയി പഠിക്കണം, അവിടെ ഒരുപാട് ആളുകൾ, പല രാജ്യത്തു നിന്ന് വരുന്ന ആളുകൾ, അവർക്കൊപ്പം നിന്ന് അവരെക്കുറിച്ച് മനസ്സിലാക്കണം എന്നാണ് പഠനം, പുറത്തു പോയി പഠിക്കുന്നതിനെ പറ്റി ഒരിക്കൽ പറഞ്ഞത്. ലണ്ടനിലായിരുന്നു, തിരിച്ച് ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നു. പോവുക എന്നുള്ളത് മേ ബി പഠിക്കാൻ എടുക്കുന്ന ഡിസിഷൻ എന്റെ ഭാഷ മാത്രമായിരുന്നു. വീട്ടുകാർ പറഞ്ഞത് ഒരാവശ്യമില്ല, എന്തെങ്കിലും ഇവിടെ തന്നെ എന്തെങ്കിലും വെസ്റ്റേൺ കോഴ്സ് ഒക്കെ ചെയ്തിട്ട് നിന്നാ മതി. ഇല്ലില്ല, പുറത്ത് ആക്ച്വലി പുറത്ത് പഠിക്കാൻ പോകണം എന്നുള്ള ഇതിലാണ് ഞാനൊരു 2 years കളഞ്ഞത്. 2 and 1 year മേലെ എന്തായാലും കളഞ്ഞു ഞാൻ. ബിക്കോസ് കോവിഡ് വന്നുകൊണ്ട് പുറത്ത് പഠിക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തോ 2023 ഞാൻ പോയി 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. ഇറ്റ് വാസ് എ 3 year കോഴ്സ്, ബട്ട് 1 year ഇത് ചെയ്തു. ആ ഒരു ഡിസിഷൻ എളുപ്പമല്ല. അതായത് പോയി പറയുന്നത് എന്റെ ഹാർട്ട് ബിലോങ്സ് ടു ഹിയർ, സിനിമയിലാണ് എന്റെ ഇത്. അതിനെക്കാട്ടും വേറെ കുറെ റീസൺസ് ഉണ്ട് കേട്ടോ ഞാൻ തിരിച്ചു വരാൻ കാരണം. എനിക്ക് തോന്നുന്നു പല കുട്ടികളും പാവങ്ങള് അവിടെ എക്സൈറ്റഡ് ആയിട്ട് പോകും, പിന്നെ അവർക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷൻ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തിരിച്ചു വന്നു. അല്ലെങ്കിൽ അവിടെ പോയി പെടലാണ്. അതെ തീർച്ചയായിട്ടും. ഈ ലോൺ ഇതൊക്കെ എടുത്ത് പോകുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നില്ല അവർക്കൊരു എൻജോയ്മെന്റ് ടൈം ഉണ്ടെന്ന്. ബാക്ക് ടു ബാക്ക് പാർട്ട് ടൈം ജോബ്സ് അല്ലെങ്കിൽ അസൈൻമെന്റ്സ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ
പ്രോപ്പർ ഇവിടെ ലണ്ടനിൽ പഠിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സ്ട്രഗിൾ തന്നെയാണ് ആക്ച്വലി. ഞാൻ തന്നെ ഉണ്ട് ചില പിള്ളേർ നാട്ടിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെന്റ് ടിക്കറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഉള്ളത്. എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ യൂണിയാണ് പോയത്. സോ ഐ വാസ് ഓൾറെഡി 21. അപ്പോൾ എൻ്റെ ബാച്ചിൽ പക്ഷെ ഉണ്ടായിരുന്നത് 16-17 പ്രോപ്പർ ബ്രിട്ടീഷ് ടീനേജ് കിഡ്സ് ആയിരുന്നു. ആൻഡ് ദേ വെരി റേസിസ്റ്റ്. യാ, ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു നമ്മൾ എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും വിചാരിക്കുക ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് റേസിസ്റ്റ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ ഉണ്ടെന്നല്ല, പക്ഷെ ആ ടീനേജിൽ പിള്ളേരെ നമ്മൾ എത്ര പറഞ്ഞു ഇത് ചെയ്യാൻ നോക്കിയാലും കാര്യമില്ല. പ്രിയങ്ക ചോപ്ര ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അവര് അമേരിക്കയിൽ പഠിക്കുമ്പോൾ യു ക്യാൻ സ്മെൽ ദ കറി എന്നൊക്കെ എന്നെ ലൈക്ക് തമിഴിൽ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. ലൈക്ക് ഐ എം നോട്ട് ഈവൻ ഫുൾ തമിഴ്. അങ്ങനെ കുറെ പ്രശ്നങ്ങള്. ആൻഡ് ഫസ്റ്റ് 2 months ഞാൻ വീട്ടിൽ അമ്മേനെ വിളിച്ചിട്ട് കരച്ചിട്ട് അമ്മ പറഞ്ഞല്ലേ പോവണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ എൻ്റെ കൂടെ ലൈക്ക് ഞാൻ എടുത്തത് BA ആക്ടിങ് ആൻഡ് ഡയറക്ഷൻ ആണ്. അപ്പോൾ കൂടെ പെയർ ചെയ്യാൻ ആരും ഉണ്ടാവില്ല, പ്രൊഫസർ ആയിരിക്കും കൂടെ പെയർ ചെയ്യുക. എനിക്ക് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും എന്താ പറയുക, നമുക്ക് നാട്ടിലൊരു ബെറ്റർ ലൈഫ് ഉണ്ട്, ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യണ്ടേ എന്നുള്ളൊരു തോട്ട് വന്നു. ആൻഡ് എനിക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഫുൾ എമൗണ്ട് എനിക്ക് നഷ്ടമൊന്നും വന്നില്ല ആക്ച്വലി. ഫുൾ എമൗണ്ട് ബിക്കോസ് അവർക്ക് തന്നെ മനസ്സിലായി ഐ എം സ്ട്രഗ്ലിങ് സോ മച്ച് ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി. So I came back. But I don't regret coming back. Oof, I don't. അതിൽ നിന്ന് വന്നല്ലോ. സിനിമ വരാനായിട്ടാണ്, അല്ലാതെ ഞാനായിട്ട് കരിയർ ബ്രേക്ക് എടുക്കണം അല്ലെങ്കിൽ ഇത് ചെയ്യണം. ചിലർ ചോദിക്കുന്നുണ്ടോ ഇപ്പൊ ചെന്നൈയിലാണല്ലോ തമിഴ് സിനിമ, ചെന്നൈയിലാണ് നല്ലൊരു ക്യാരക്ടേഴ്സുള്ള റോള് കിട്ടിയത്. ലൈക്ക് ഇറുകപ്പറ്റ ആവട്ടെ, ഇറുകപ്പറ്റ പോലൊരു ഒരു സിനിമ എനിക്ക് മലയാളത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ കരിയർ ഡൗൺ ആയപ്പോഴാണെങ്കിലും എൻ്റെ കൂടെയുള്ള ആൾക്കാരും മാറി പോയി എന്നൊക്കെ പറയില്ല, അത് ഭയങ്കര ഒരു ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു.